ബാത്റൂമിലും മൈക്ക് വെച്ചിരിക്കുന്നു, ഡ്രസ്സിംഗ് റൂമിലും മൈക്ക്, ഒരു സ്ഥലത്ത് മൈക്കില്ലാത്തൊരു സ്ഥലമില്ല അവിടെ. നമുക്ക് ഒന്ന് രഹസ്യമായിട്ടൊന്ന് ശ്വാസം വിടാൻ പറ്റില്ലാത്തൊരു സ്പേസ് ആണ് അവിടെ. ഞാനൊരു കാര്യം ചോദിട്ടെ, എപ്പോഴെങ്കിലും ചേച്ചിക്ക് തോന്നിയായിരുന്നോ ഇത് അതിൽ പോകണ്ടായിരുന്നു എന്ന് തോന്നിയായിരുന്നോ? അതിനകത്ത് നിൽക്കുമ്പോ പല പ്രാവശ്യം ദൈവമേ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പല പ്രാവശ്യം ഓരോ സെക്കൻഡും തോന്നും വരണ്ടായിരുന്നു വീട്ടിൽ നിന്നാ മതിയായിരുന്നു. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ ഓർക്കണു, ഇപ്പൊ ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന നമുക്കൊരു പരിചയം ഉണ്ടല്ലോ, ഒരു ധൈര്യമൊക്കെ ഉണ്ടല്ലോ. ഇനി ചിലപ്പോ ഇനി വിളിച്ചാൽ ഞാൻ ഈസി ആയിട്ട് വരും. അതെ. പിന്നെ അതിനകത്ത് പോയത് കൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ദോഷം ഉണ്ടായിട്ടില്ല. ഗുണം ഉണ്ടായിരുന്നതിനപ്പുറം ഒരു ദോഷം ഉണ്ടായിട്ടില്ല. കാരണം കുറെ നാളുകളായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരുന്ന കടങ്ങളെല്ലാം ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർന്നോ? സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഒരു വീടിന്റെ പ്ലാനൊക്കെ ആയി. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഫ്രീ ആയി. പക്ഷേ ചേച്ചി അങ്ങനെ ഫ്രീ ആയല്ലോ, പക്ഷെ ഞങ്ങള് ഫ്രീ ആയില്ല. കാരണം എന്താണെന്നറിയോ, അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ചേച്ചി സുനിശ്ചിതം ഡിവോഴ്സിന്റെ ഇതെന്താ എനിക്കറിയില്ല. ഇത് ഒരുതരം മനോരോഗമായിരിക്കും ഇതിട്ട്, അല്ലാതെ ഇതിനൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാർത്തകളെ വളച്ചൊടിച്ച് അവരങ്ങോട്ട് ഇടും. കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ പേജിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കുമ്പോ അവിടെ നിന്നൊരു ഓൺലൈൻ ചാനൽ, ഇവിടെ നിന്നൊരു ഓൺലൈൻ ചാനൽ. അങ്ങനെ എല്ലാരെയും ചീത്ത വിളിക്കരുത്, ഞങ്ങള് ഓൺലൈൻ ചാനൽ അല്ല. നിങ്ങളെന്തായാലും ഇതുവരെ അങ്ങനെ രീതി കണ്ടിട്ടില്ല. അല്ല വെച്ചാ എപ്പോഴും ഞാൻ കാണാറുണ്ട്. എന്റെ കാര്യം മാത്രല്ല കേട്ടോ, ഒരു കൊച്ചൊരു ഷോർട്സ് ഇട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് തെറിവില്ല. ആരെങ്കിലും കുറച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവര് മോശക്കാര്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു പൂർണിമ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പൊ അവരെന്തോ പബ്ബില് ഡാൻസ് കളിക്കുന്ന ഒരു, അവരുടെ ഫാമിലിക്ക് കുഴപ്പമില്ല, അവർക്ക് കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല. ആരൊക്കെയോ കമന്റ് ചെയ്തേക്കാണ്, തള്ളയും മോളും എല്ലാവരും ആകെ പ്രശ്നക്കാരാണല്ലോ എന്നൊക്കെ. എന്ത് പ്രശ്നം? എന്താണ് ഇവർക്കൊക്കെ പ്രശ്നം? ഇതൊക്കെയാണ് ഇവരെ അലട്ടുന്ന ഏറ്റവും വലിയ കേരളത്തിലെ പ്രശ്നങ്ങൾ. മഞ്ജു ചേച്ചിയുടെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ, എല്ലാ പോസ്റ്റുകളുടെയും കമന്റുകൾ കൃത്യമായിട്ടിരുന്ന് വായിക്കൂല്ലേ. ഞാൻ എന്റെ വായിച്ചിട്ട് ഞാൻ മറുപടിയും കൊടുക്കും. അങ്ങനെയുണ്ടല്ലേ. ബോറടിക്കുമ്പോ ചിലപ്പോ ഒന്നും ചെയ്യാൻ, ചിലപ്പോ നമുക്ക് അഭിനയിക്കാൻ ചെല്ലുമ്പോ സീന് കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെ വെറുതെ ഇരുന്നിരുന്ന് ഉറങ്ങിച്ചിട്ട് മതിയാവുമല്ലോ. അപ്പൊ ഞാൻ പതുക്കെ എന്റെ പേജിലോട്ട് അത് ഏത് FB പേജോ ഇൻസ്റ്റാഗ്രാം പേജോ വാട്സാപ്പ്? FBയിലാണ് കൂടുതൽ. ഇൻസ്റ്റയിൽ അങ്ങനെ നെഗറ്റീവ്സ് വരാറില്ല. FBയിലാണ്. FBയില് ഞാൻ വരണം നോക്കിയിരിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ ഞാൻ അവരെ തേടി പിടിച്ചു പോകും. ഇത് കാണുന്നവർക്കൊക്കെ ഒരു പ്രചോദനം ആയിക്കോട്ടെ. അതിന് വേണ്ടിട്ട് എന്റെ അടുത്തോട്ട് വന്ന് ഒറ്റ മറുപടി തരില്ല ഞാൻ. ചേച്ചി വെറുതെ അല്ല ഭാര്യ, മറിമായം, ബിഗ് ബോസ് സീസൺ 2, അളിയൻസ്, ഇതിലെ ചേച്ചിയുടെ ജീവിതം ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ചത് ഇതിലേതാ? വെറുതെ അല്ല ഭാര്യ. ആണോ? പിന്നെ അതിലായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ചേച്ചിയെ റെക്കഗ്നൈസ് ചെയ്യുന്നതും. ഇപ്പോഴും